പ്രൈസലോ കർത്താവിന്റെ അതിപരിസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവദിന ഭാഗം വായിക്കുന്നു. കൊലോസ്യർക്കെതിരെ ലേഖനം 1-ാം അധ്യായം അതിന് 9-10 വാക്യങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും പൗലോസ് ആഗ്രഹിക്കുകയാണ്. ലേലിയ. അപ്പം കൊലോസ്യ സഭയെക്കുറിച്ച് പൗലോസ് പറയുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കൊലോസ്യ സഭയിലെ വിശ്വാസികൾ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനത്തിലും നിറയപ്പെടണമെന്നാണ്. പ്രൈസലോ. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക് ജ്ഞാനവും വിവേകവും ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനവും നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഈ കാലഘട്ടത്തിലെ ദൈവസഭയുടെ സ്ഥിതി നിങ്ങൾ ചിന്തിച്ചു നോക്കിയാട്ടെ. ഇന്നത്തെ സഭയുടെ കാലഘട്ടവും അത് തന്നെയാണ്. അതുകൊണ്ട് കൊലോസ്യ സഭയ്ക്ക് കൊടുത്ത അതേ നിർദ്ദേശമാണ് പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും നൽകുന്നത്. എന്താണ്? ദൈവമക്കൾ കൊണ്ടെന്ന് അവർ അവകാശപ്പെടുന്നത്, അവർ പറയുന്നത്. ചിലർ പറഞ്ഞ് ഞങ്ങൾക്ക് ഭയങ്കര ജ്ഞാനമാണ്, വിവേകമാണ്, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് വളരെ പരിജ്ഞാനമുണ്ടെന്ന് പറയുന്ന പലരും തലകിഴക്കാൻ പാടാ ജീവിതം. പ്രായോഗിക ജീവിതത്തിലില്ല. പലരും ഇതൊക്കെ ഉണ്ടെന്ന് അഭിനയിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ വചനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. എന്താണ്? നിങ്ങൾ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനത്തിലും വളരണം. ദൈവസഭ ആ അനുഭവത്തിലാണ് വളരുന്നതെങ്കിൽ ദൈവസഭ എത്ര സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ഉണ്ടായിരിക്കും. മനുഷ്യനെല്ലാം തന്നിഷ്ടപ്രകാരം ജീവിക്കുന്നവരാണ്. പണ്ട് പഴമക്കാർ പറഞ്ഞു വാളെടുക്കുന്നവനെല്ലാം വെളിച്ചപ്പാടെന്ന് പറഞ്ഞാൽ എഴുതിയ ദൈവവചനം പ്രസംഗിക്കുന്നവരെല്ലാം ഭയങ്കര ജ്ഞാനമുള്ളവരാണെന്നാണ് പറയുന്നത്. പ്രൈസലോ. അത് അവസാനം ചെന്ന് എവിടെ ചെന്ന് ചാടുന്നേ? പാട്ട് കുഴിയിലേക്ക് ചെന്ന് ചാടുക. അതുകൊണ്ട് ദൈവസഭയ്ക്ക് ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഈ സകല ജ്ഞാനവും വിവേകവും പരിജ്ഞാനവും ദൈവമക്കൾ പ്രാപിക്കണം. ഇല്ലെങ്കിൽ ചെയ്യുന്നതെല്ലാം തെറ്റായിരിക്കും, തലകിഴക്കാൻ പാടായിരിക്കും. ചില പറയും ഞാനങ്ങ് ഭയങ്കര വിവേകവും ജ്ഞാനമുള്ളവരാണ്. ആ മനുഷ്യന്റെ വായിലെ വാക്കുകൾ കേൾക്കാമെങ്കിലോ. പ്രൈസോ. എന്നെ കേൾക്കുന്ന പ്രശ്നം ക്രൈസ്തവ വിശ്വാസി എന്ന് പറയുമ്പോൾ അത് ആരായിരുന്നു? ക്രിസ്തുവിനെ ആരായിരുന്നാലും അവൻ എന്ത് ചെയ്യണം? കർത്താവായ യേശുക്രിസ്തുവിന്റെ ജ്ഞാനം ഉണ്ടായിരിക്കണം, യേശുക്രിസ്തുവിനുള്ള വിവേകം ഉണ്ടായിരിക്കണം, യേശുക്രിസ്തുവിനുള്ള പരിജ്ഞാനം നമുക്കുണ്ടായിരിക്കണം. പരിജ്ഞാനമില്ലാക്കിയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു എന്നാണ് നമ്മൾ വചനം വായിക്കുന്നത്. ലേലിയ. പരിജ്ഞാനക്കുറവ് കൊണ്ട് എവിടെല്ലാം ദോഷം സംഭവിക്കുന്നു. അപ്പം ദൈവിക പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് കുടുംബത്തിനകത്ത് രാജകത്വം, സഭയ്ക്കകത്ത് രാജകത്വം, ജോലി സ്ഥലത്ത് രാജകത്വം, പരസ്പരം സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുന്ന ആ സാഹചര്യം കലഹം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ദൈവിക പരിജ്ഞാനം നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അല്ലെങ്കിൽ സഭയ്ക്കകത്ത് ഈ കാണുന്ന ഈ കോലാഹലങ്ങളൊക്കെ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ്? പരിജ്ഞാനമില്ലാത്തതുകൊണ്ടാണ്. സഭ ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിപ്പോയത് എന്തുകൊണ്ടാണ്? പരിജ്ഞാനമില്ലാത്തതുകൊണ്ട്. എന്തു കേട്ടാലും ഇരുന്ന സ്തോത്രം പറയുന്ന വിശ്വാസികളുണ്ട്. ഒരിക്കൽ ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഓഗസ്റ്റ് 15-നാണ് തോന്നുന്നത്. അന്ന് രാവിലെ അവിടെ ഒരു മീറ്റിംഗ് കൂടി കഴിഞ്ഞപ്പോൾ കുറെ സഹോദരന്മാർ സീനിയറായിട്ടുണ്ടായിരുന്നു. അവർ പെട്ടെന്ന് വന്ദേമാതരമൊക്കെ പാടി. അല്ലെങ്കിൽ വന്ദേമാതരം പാടി അവസാനം ഇരുന്ന ജനമെല്ലാം കൂടെ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് എല്ലാം കൂടി ചെയ്തു ഭയങ്കര അന്യഭാഷയിൽ ആരാധിക്കാൻ തുടങ്ങി. പാട്ടാണ് വന്ദേമാതരമാണ്. പക്ഷെ ദൈവമക്കളെന്താ അന്യഭാഷയില്ല. ചില രാഷ്ട്രീയ നേതാക്കന്മാര് ഈ നമ്മുടെ വലിയ കൺവെൻഷൻ നടക്കുന്ന സ്റ്റേജിൽ കയറുന്ന അവര് വാലും തലയൊക്കെ അവിടെ നിന്നൊക്കെ സുവിശേഷത്തിന്റെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് വന്ന് പറയുന്നുണ്ട് ചില പരിജ്ഞാനമില്ലാത്ത, ദൈവികമായ ജ്ഞാനമില്ലാത്ത, വിവേകമില്ലാത്ത കുറെ ആളുകൾ ആ മുമ്പിൽ നിന്ന് കൈയടിക്കുക അന്യഭാഷ പറയുന്ന കഴിഞ്ഞ ആളുകൾക്ക് കണ്ടില്ലേ? അല്ലേരിയ. സ്തോത്രം. നമുക്ക് കൊലോസ്യ സഭയോട് പറഞ്ഞ പോലെ ദൈവികമായ ജ്ഞാനം ആവശ്യം, വിവേകമാണ് ആവശ്യം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഇഷ്ടത്തിലുള്ള പരിജ്ഞാനം ഉണ്ടെങ്കിൽ നമ്മൾ ആത്മീയമായത് മാത്രമേ ചിന്തിക്കത്തുള്ളൂ. ഈ ദൈവം നമ്മെ വിളിച്ചു വേറെ ആത്മീയമായ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ്, ആത്മീയമായ കാര്യങ്ങൾ ഇടപെടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ
അപ്പോൾ ഒരു ആത്മീകന് ചേർന്നതേ ചെയ്യാവൂ, പ്രവർത്തിക്കാവൂ. വചനവിരുദ്ധമായതിലേക്കൊന്നും നമ്മൾ പോകരുത്. പല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടാത്തത്, പല വ്യക്തികളും അനുഗ്രഹിക്കപ്പെടാത്തത്, പലയിടത്തും പ്രശ്നങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത്, പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാതിരിക്കുന്നത് ദൈവികമായ ജ്ഞാനം നഷ്ടപ്പെട്ടതുകൊണ്ടും ദൈവകൃപയും നിറയാത്തതുകൊണ്ടും പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ നിറയപ്പെട്ടു. അതുകൊണ്ട് പൗലോസ് കൊലോസ്യ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രൈസലോ. എന്തിനാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്? ആത്മീയമായ സകല ജ്ഞാനത്തിനും വിവേകത്തിനും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരാൻ വേണ്ടി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസ്യദാസന്മാർ, നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി? പ്രൈസലോ. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ കേട്ടോ. എന്നാൽ ഞാൻ എല്ലാത്തിനും പൂർണ്ണതയുള്ളവനാണെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് അറിയാവുന്നതുപോലെ, ഞാൻ മനസ്സിലാക്കുന്നത് പോലെയും പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഹല്ലേലൂയ കൊലോസ് സഭയ്ക്ക് വേണ്ടി പൗലോസിന്റെ പ്രാർത്ഥനയാണ് നമ്മൾ വായിച്ച കൊലോസ് ലേഖനം 1:9-12 വരെയുള്ള വാക്യങ്ങൾ. അപ്പൊ പ്രാർത്ഥനാ ജീവിതം ഒരു ആത്മീയത്വത്തിന്റെ മാനദണ്ഡമാണ്. പ്രാർത്ഥനാ ജീവിതം പറഞ്ഞ ഒരു ആത്മീയനോടുള്ള ബന്ധത്തിൽ ആത്മീയത്തിന്റെ മാനദണ്ഡമാണ്. പ്രാർത്ഥിക്കാത്തവന്റെ ജീവിതം എന്ന് പറയുന്നത് ആത്മീയമായതല്ല. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ, അവന് സമയം കിട്ടവൻ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ രാത്രി സമയത്ത് വീട്ടിനകത്ത് പ്രാർത്ഥനയില്ലെങ്കിൽ അവരൊരിക്കലും ആത്മീയരല്ല. പ്രാർത്ഥിക്കാത്തവന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ കാട് കയറിയ വീട് പോലാ, അല്ലെങ്കിൽ മാറാമ്പിൽ കെട്ടിയ വീട് പോലാ. പല ആത്മീയരുടെ വീടും അവനും മാറാമ്പല് കെട്ടിയതുപോലെ അവരുടെ കുടുംബവും അങ്ങനെ, അവരുടെ ജീവിതം അങ്ങനെ മാറാമ്പല് കെട്ടിയത്. പ്രാർത്ഥനയില്ല. അടിച്ചു വാരില് തൂത്തൊക്കെ ഉണ്ടെങ്കിലേ വീട് വൃത്തിയായിട്ട് കിടക്കുള്ളൂ. വീട് നന്നായിട്ട് അടിച്ചു വാരി മാറാമ്പൽ അടിച്ചു കളഞ്ഞെങ്കിലേ ആ വീട് വൃത്തിയായിരിക്കുള്ളൂ. അല്ലെങ്കിൽ ആ മാറാമ്പലോട് പെരുകി അത് നമുക്ക് തന്നെ അസ്വസ്ഥത ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളിൽ പ്രാർത്ഥനയുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിനകത്തെ എല്ലാ മാറാമ്പല് പോലെയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി നിന്റെ ജീവിതം നിനക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ആത്മീയതയുടെ ഒരു മാനദണ്ഡമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രവേശനം. പ്രാർത്ഥിക്കുന്നവർ ഒരിടത്തും പരാജയപ്പെടത്തില്ല. എന്നാൽ എനിക്കറിയാം, പ്രാർത്ഥിക്കാൻ വളരെ താല്പര്യമുള്ള, ആഗ്രഹമുള്ള, കണ്ണുതിരോടുകൂടി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി കിട്ടണം. ആത്മീയമായ ജ്ഞാനത്തിനും വിവേകത്തിനും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിനും ഇഷ്ടത്തിനും ഒക്കെ പ്രാർത്ഥിക്കുന്ന അനുഭവത്തിൽ സഹോദരന്മാരെ എനിക്കറിയാം. അവരൊക്കെ അനുഗ്രഹിക്കപ്പെടും കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയുന്ന പ്രാർത്ഥന ജീവിതം ആത്മീയത്തിന് മാനദണ്ഡമാണ്. പൗലോസ് വിശുദ്ധന്മാർക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. പൗലോസ് വിശുദ്ധന്മാർക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നാം സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഭൂമിയിലെ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടില് തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന വലിയവരെയും ചെറിയവരെയും, അതിനകത്ത് സവർണനുണ്ട്, അവർണനുണ്ട്, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട്. എല്ലാരെയും ഒഴിച്ചു നിർത്താതെ, വേർതിരിവോട് കാണാതെ ആമീൻ എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. പ്രൈസണം. പക്ഷെ മനുഷ്യന്റെ ജീവിതം വേർതിരിവാ. ഹല്ലേലൂയ. പല സമുദായത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇപ്പം ക്രൈസ്തവ വിഭാഗം മാത്രമറ്റേ എല്ലായിടത്തും കറുത്തവനെന്നും വെളുത്തവനെന്നും കുറഞ്ഞവനെന്നും ഉയർന്നവനും താണവനെന്നും ഉയർന്നുള്ള പരിപാടി ഈ സമുദായത്തിൽ വളർന്നു. ഞാൻ ചോദിക്കട്ടെ, ഓരോ സമുദായക്കാരും ചോദിക്കട്ടെ, ഇവിടെ ഹിന്ദു ആയിരുന്നാലും ക്രിസ്ത്യൻ ആയിരുന്നാലും പെന്തക്കോസുകാരായിരുന്നാലും ഇവിടുത്തെ ഇസ്ലാമിയരായും ചോദിച്ചാലും, നിങ്ങളെല്ലാം വിളിക്കുന്ന ദൈവത്തെയല്ലേ? നിങ്ങളെല്ലാം വിളിക്കുന്ന ഒരു ദൈവത്തെ ആണെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള സഹപ്രവർത്തകരെ, നിങ്ങളെ പോലെ തന്നെ ഇരിക്കുന്ന ജനത്തെ, ജീവനും രക്തവും എല്ലാം ഒരുപോലെ എല്ലാം ഉള്ള ജനത്തെ നിങ്ങൾ എന്താണ് വേർതിരിച്ച് കാണുന്നത്? അവൻ കറുത്തവനാണ്, വെളുത്തവനാണ്, അവൻ ആ ജാതിക്കാരനാണ്, ഈ ജാതിക്കാരനാണെന്ന് നിങ്ങളെ ആരാണ് പഠിപ്പിച്ചത്? നിങ്ങളുടെ ദൈവം പഠിപ്പിച്ചോ? പ്രേക്ഷണം. ആരെയാണ് അല്ലെങ്കിൽ നിങ്ങൾ താഴ്ത്തിക്കെട്ടുന്നത്? നിങ്ങളുടെ സ്വന്തം ശരീരത്തെ പോലെ നിങ്ങളുടെ സമശിഷ്ടങ്ങളെയല്ലേ നിങ്ങൾ താഴ്ത്തിക്കെട്ടുന്നത്? ദൈവത്തെ ആരാധിക്കുന്നവൻ, ദൈവത്തെ സ്തുതിക്കുന്നവന് ജാതിയില്ല, മതമില്ല, വർഗമില്ല, വ്യത്യാസമില്ല, മേൽക്കോയ്മകളൊന്നുമില്ല. അവരെല്ലാവരും സ്നേഹിക്കും. യഥാർത്ഥ ക്രിസ്തുവിന്റെ സ്നേഹം എന്താ? എല്ലാവരും സ്നേഹിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്കകത്ത് തുടങ്ങി മറ്റുള്ള എല്ലാ സമുദായത്തിലുമുള്ള ഈ ഏറ്റക്കുറച്ചിലെ മാറ്റി എല്ലാവരും ഒരുപോലെ കാണാൻ കഴിയണം. ഞാൻ നിങ്ങളോട് വഴിയോരത്ത് ഭിക്ഷയാചിച്ച് കിടക്കുന്ന മനുഷ്യനും അങ്ങ് അല്ലെങ്കിൽ സ്തോത്രം വലിയ കൊട്ടാരത്തിൽ ജീവിക്കുന്ന വ്യക്തിയും നിങ്ങളുമായിട്ട് എന്താ വ്യത്യാസം? യാചകന് നിങ്ങളുമായിട്ട് എന്താ വ്യത്യാസം? ചില പറഞ്ഞ് അവർക്ക് ഭയങ്കര പണം ഉണ്ട്, ഇടിയ കുടുംബക്കാർ. പക്ഷെ നിങ്ങളുടെ ജീവൻ ആ യാചകന്റെ ജീവൻ പോലെ തന്നെയല്ലേ? യാചകന്റെ ശരീരത്തിലെ ബ്ലഡ് പോലെ തന്നെയല്ലേ നിങ്ങളുടെ ബ്ലഡ്?
അവന്റെ ശരീരത്തിന് മാംസം പോലെ തന്നെയല്ലേ നിങ്ങളുടെ മാംസം. അവനുണ്ടാകുന്ന വേദന നിങ്ങൾക്കും ഇല്ലേ? അവന്റെ ശരീരം മുറിവ് തന്നെ അവന് വേദന എടുക്കും, നിങ്ങൾക്ക് മുറിവ് കേൾക്കുമല്ലോ. പിന്നെ ചിലർക്ക് കറുത്തത് കാണും, ചിലർ വെളുത്തത് കാണും. അത് ദൈവ സൃഷ്ടിയാണ്. അതിനെ നമ്മൾ തരംതിരിച്ച് കുറച്ച് കാണേണ്ട കാര്യമില്ല. മനുഷ്യൻ ജാതി കൊണ്ടുവന്നു, ജാതി വേർതിരിവുകൊണ്ട് സ്പർദ്ധ കൊണ്ടുവന്നു. ചിലര് അങ്ങ് വലിയ പുള്ളികളാണെന്ന് അംഗീകരിച്ചു കൊടുക്കണം. അതൊന്നും ക്രിസ്തുവിന്റെ സ്നേഹത്തിലുള്ളതല്ല കേട്ടോ. മറ്റുള്ളവനെ സ്നേഹിപ്പാൻ കഴിയണം. അപ്പം പൗലോസ് സകല വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ദൈവസഭ എന്ത് ചെയ്യണം? സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ഹല്ലേലൂയ. ഇവിടെ ദൈവത്തെ ഇടവിടാതെ പ്രാർത്ഥിക്കുക. ഒരു ബലമുള്ള ആയുധമാണ് പ്രാർത്ഥന. ഒരു വിശുദ്ധന്റെ ബലമുള്ള ആയുധമാണ് പ്രാർത്ഥന. ലോകജാതികൾ അവർ ഇഷ്ടമുള്ള ആയുധങ്ങൾ ശേഖരിച്ച് നടക്കും. ലോകരാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു? മിസൈലുകളും ബോംബുകളും അണുവായുധങ്ങളും യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും പടക്കോപ്പുകളും ഒക്കെ ഇഷ്ടംപോലെ വാങ്ങിക്കൂട്ടുകയാണ് ലോകരാജ്യങ്ങൾ. മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി ആയുധങ്ങൾ വാങ്ങി അവൻ അരയ്ക്ക് ചുറ്റും കയ്യിലും കൊണ്ട് നടക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്നൊരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം ലോകപ്രകാരമായുള്ള ആയുധമല്ല വാങ്ങിക്കൂട്ടേണ്ടത്. സംരക്ഷണത്തിന് പ്രാർത്ഥന എന്ന ആയുധത്തെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രൈസ്. പ്രാർത്ഥന എന്ന ആയുധം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പ്രാർത്ഥനയാകുന്ന ഈ ആയുധത്തിന് മുമ്പിൽ നിന്നെ ഒരു ശത്രുവിനും തൊടുവാൻ കഴിയത്തില്ല. നീ പ്രാർത്ഥന എന്ന ആയുധത്തിൽ നിറയപ്പെട്ടു നിൽക്കുകയും വചനമെന്ന ആത്മാവിന്റെ വാള് നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ നിന്നെ ശത്രുവിന് തോൽപ്പിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അപ്പം പ്രാർത്ഥന ഒരു വലിയ ബലമുള്ള ആയുധമാകട്ടോ. നീ രാവിലെ എഴുന്നേറ്റ് പ്രഭാതത്തിൽ പ്രാർത്ഥിച്ച് നിന്റെ ഭർത്താവിനെ, നിന്റെ മക്കളെ, നിന്റെ ഭാര്യയെ, നിന്റെ സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും, നിന്റെ അപ്പനെ, അമ്മയെ, അമ്മായിപ്പനെയും, നിന്റെ സഹോദരങ്ങളെ, അയൽവാസികളെ, നിന്റെ സഭയും, നിന്റെ വിശുദ്ധന്മാരെ എല്ലാം ദൈവത്തിന് ബലമുള്ള പ്രാർത്ഥന എന്ന ആയുധത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ശത്രു തൊടാതിരിക്കാൻ, ശത്രുവിന്റെ കണ്ണ് സ്പർശിക്കാതിരിക്കുവാൻ വേണ്ടി എല്ലാ വിധത്തിലും അവരൊരു സംരക്ഷണം വേലി നീ കെട്ടണം. പ്രാർത്ഥനയാകുന്ന ആ ആയുധം കൊണ്ട് ഹല്ലേലൂയ ഒരു വേലി കെട്ടണം. പ്രൈസ്. കർത്താവ് അതൊക്കെ അല്ലേ പഠിപ്പിച്ചു തരുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ ഒത്തിരി ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് തന്നിരിക്കുന്ന കൃപയ്ക്ക് അനുസരിച്ച് കേട്ടോ. സമയമൊക്കെ ഉള്ളപ്പോൾ ഞാൻ എടുത്ത് സമയം വെച്ച് പ്രാർത്ഥിക്കും. എന്തിനാണ്? അവരെ ആ പ്രാർത്ഥനയാകുന്ന ആയുധമുണ്ട്. ആ ബലമുള്ള ആയുധത്തിനകത്ത് അവരെ ഒന്ന് സംരക്ഷിച്ച് നിർത്തിയാൽ ഒരുപക്ഷെ അവർ പോലും അറിയുന്നില്ലായിരിക്കാം. പക്ഷെ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥന വളരെ ബലപ്പെട്ടത് കേട്ടോ. പ്രൈസ്. അപ്പം പ്രാർത്ഥന എന്ന് പറയുന്ന ബലമുള്ള ഒരു ആയുധമാണ്. പൗലോസ് അവർക്ക് വേണ്ടി 4 പ്രത്യേക വിഷയങ്ങൾ ഉന്നയിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. കൊലോസ്യ സഭയ്ക്ക് പ്രത്യേകം 4 വിഷയങ്ങൾ ഉന്നയിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. എന്താണ് പ്രത്യേക 4 വിഷയങ്ങൾ? 1, അവർ ഫലം കായ്ക്കണം. ദൈവമക്കളിൽ നിന്ന് ഫലം കായ്ക്കണം. 2, പ്രാർത്ഥനയിൽ വളരണം. 3, ബലപ്പെടണം. 4, ഇരുട്ടിന്റെ അധികാരത്തിൽ വിടുവിക്കപ്പെടണം. ഈ 4 വിഷയങ്ങളിൽ നാം ബലപ്പെടാൻ വേണ്ടിയിട്ട്, ജയം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് കൊലോസ്യ സഭയ്ക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത്. ഈ 4 വിഷയത്തിൽ നമുക്ക് അതിജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ സകല ജ്ഞാനത്തിലും അവന്റെ വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിൽ പരിജ്ഞാനത്തിലും വളരണം. പരിജ്ഞാനമുണ്ടെങ്കിൽ ഹല്ലേലൂയ നമുക്കെല്ലാം കീഴ്പ്പെടുത്താൻ പറ്റും കേട്ടോ. ഈ യഹോവയുടെ വഴികൾ ആശ്ചര്യമേറിയതാണ്. ദൈവത്തിന്റെ വഴികൾ ആശ്ചര്യമേറിയതാണ്. മാനുഷികമായ ബുദ്ധികൾ കൊണ്ട് ദൈവത്തിന്റെ വഴികളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. മനുഷ്യൻ പലപ്പോഴും ദൈവത്തിന്റെ വഴി മനസ്സിലാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവന് ദൈവികമായി വളരുവാൻ കഴിയാത്തതുകൊണ്ട്, ആത്മീയമായ ഒരു അനുഭവം അവന്റെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ട് ദൈവത്തിന്റെ വഴികളെ കുറിച്ച് അറിയില്ല. ഹല്ലേലൂയ. അപ്പൊ ഈ യഹോവയുടെ വഴിയിൽ മനുഷ്യൻ നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക. പക്ഷെ യഹോവയുടെ വഴികളെ മനസ്സിലാക്കാൻ മനുഷ്യന് പറ്റുന്നതില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ വഴികളെ നാം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിലേക്ക് നിങ്ങൾ വഴുതി വീഴുകയില്ലായിരുന്നു. യേശുക്രിസ്തുവിന്റെ വഴികളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാതെ പോയത് കൊണ്ടാണ് നിങ്ങളുടെ കുടുംബമടക്കം നിങ്ങളുടെ ജീവിതം മുഴുവൻ തകർന്ന് തരിപ്പണമായി കിടക്കുന്നത്. ഹല്ലേലൂയ. പല കുടുംബത്തിന്റെ അവസ്ഥ ഉടഞ്ഞ മൺകലം പോലെയല്ലേ. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും ആ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഉടഞ്ഞ മൺകലം നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾ കടയിൽ പോയി ഒരു മൺകലം വാങ്ങിക്കൊണ്ട് നിങ്ങൾ വീട്ടിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ ആ മൺകലം ഉടഞ്ഞ് ചില്ലായിട്ട് മാറും.
ഒരിക്കലും അതിനെ പിന്നെ കൂട്ടി യോജിപ്പിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ പല കുടുംബങ്ങളും അങ്ങനെയാണ്. എന്തുകൊണ്ടാണ്? പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയി, ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോയി, ദൈവിക വഴികളെ കുറിച്ച് അവർക്ക് പരിജ്ഞാനമില്ലാതായി പോയി. അപ്പം ദൈവിക വഴികളെ കുറിച്ച് മനസ്സിലാക്കുവാൻ പറ്റാത്തതിനാൽ പലരും കുഴപ്പത്തിലായി, ചതിവിലകപ്പെട്ടു, വഞ്ചനയിലകപ്പെട്ടു. അവർ പലപ്പോഴും സാത്താന്റെ പിടിയിൽ അമർന്ന ജീവിതം തന്നെ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുക. ദൈവത്തിന്റെ വഴി നമ്മൾ മനസ്സിലാകാതെ പോയാൽ അത് അപകടകരമാകട്ടോ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു യാത്ര ചെയ്യുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഗൂഗിളൊക്കെ ഉള്ളോട് വഴി തെറ്റാതൊക്കെ പോകും, എങ്കിലും വഴി തെറ്റും. എന്നാലും നമുക്കൊരു നല്ലൊരു സ്ഥലമാണ് വഴി തെറ്റാതെ പോകാം. ഈ നമ്മൾ ഓരോ സ്ഥലത്തും വഴി ചോദിച്ചു പോകാറുണ്ടല്ലോ. എന്തുകൊണ്ടാണ്? വഴി തെറ്റാതെ പോകാതിരിക്കാൻ വേണ്ടി അറിവുള്ളവരോട് നമ്മൾ ചോദിച്ചിട്ട് നമ്മൾ ആ വഴിയെ യാത്ര ചെയ്ത് കൃത്യ സ്ഥലത്തെത്തും. എന്ത് പറഞ്ഞ പോലെ ഈ ലോക ജീവിതത്തിനകത്തൊരു ആത്മീയനായിരിക്കുന്നവൻ, ഒരു ദൈവഭക്തൻ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ എന്ത് ചെയ്യണം? എല്ലാ ദിവസങ്ങളും നാം ദൈവത്തിന് പ്രാർത്ഥനയോടെ ഇരുന്ന് ദൈവത്തിന്റെ വഴികളെ കുറിച്ച് നമ്മൾ പഠിക്കണം. ദൈവത്തിന്റെ വഴികളെ കുറിച്ച് പഠിച്ച് നമ്മൾ ആ വഴിയിലൂടെ യാത്ര ചെയ്താൽ ഹല്ലേലൂയ, നമ്മൾ ഒരിക്കലും പരാജയപ്പെട്ടു പോകില്ല. സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനത്തിലും നമുക്ക് നടക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കുടുംബം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. നിന്റെ കുടുംബത്തെ ചിഹ്നഭിന്നമാക്കി കളയാൻ, താറുമാറാക്കി കളയുവാൻ സാത്താൻ പല തന്ത്രങ്ങളും ആരാഞ്ഞുകൊണ്ട് നിന്റെ കുടുംബത്തിലുള്ള വശീകരിക്കും, പ്രലോഭനത്തിലേക്ക് കൊണ്ടുപോകും. നിന്നെ പാപത്തിലേക്ക് നാമെ പ്രലോഭിപ്പിക്കുന്ന ചിന്തകൾ നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ നിന്റെ ശരീരത്തെ പാപത്തിന് വിട്ടുകൊടുക്കാതെ, നിന്റെ ആത്മാവ് ദുഃഖിക്കാതെ, ഹല്ലേലൂയ, നിന്റെ ശരീരത്തിനോട് ചേർന്ന് വരുന്ന പാപത്തിന്റെ ആസക്തികളെ നീ പുറത്താക്കി കളയണം. അതിനെന്താ ആവശ്യം? പ്രാർത്ഥന ആവശ്യമാണ്. ദൈവത്തിന്റെ വഴികളെ കുറിച്ച് നമ്മൾ അറിയണം. മാത്രമല്ല, നമ്മൾ ക്രിസ്തുവിന്റെ ജ്ഞാനത്തിലും വിവേകത്തിലും പരിജ്ഞാനത്തിലും വളരണം. പ്രൈസ് ദി ലോർഡ്. കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞ കള്ളു കുടിക്കാൻ പാടില്ല. ഹല്ലേലൂയ. വേദപുസ്തകം മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അതിനോട് അനുബന്ധമായി മറ്റു ചില ഭാഗങ്ങളുണ്ട്, ഞാനതിപ്പം ഉപയോഗിക്കാൻ സമയമില്ല. അപ്പം നമ്മൾ കള്ളു കുടിക്കരുത്, പുക വലിക്കരുത്, മുറുക്കരുത്, പുകല തിന്നരുത്, അമ്മാക്ക് തിന്നരുത്, തുളസിപ്പാക്ക് തിന്നരുത്, ബബിൾക്കൻ ചൂയിങ് വായിട്ട് ചവച്ച് തുപ്പി റോട്ടിലിടരുത്, കള്ളു കുടിക്കരുത്, ചീത്ത പറയരുത്, അസഭ്യം പറയരുത്, പൊട്ടച്ചൊല്ലി കളിവാക്ക ചീത്തത്തരം പറയരുത്, ചൊരിച്ചുമെല്ലൊന്നും പാടില്ല. അയൽവീട്ടുകളിൽ പോയി നുണ പറയരുത്, അയൽവാസിയുടെ കുറ്റം പറയരുത്, സഭയുടെ കുറ്റം പറയരുത്, ദേവദാസന്മാരുടെ കുറ്റം പറയരുത്. ഹല്ലേലൂയ. വിശ്വാസിയെ പരിഹസിക്കരുത്, ദുഷ്ടന്റെയും പാപിയുടെയും പരിഹാസം ഇരിപ്പിടത്തിൽ പോയി ഇരിക്കരുത്, അവനോടുകൂടി നടക്കരുത്, ഇരിക്കരുത്, നിൽക്കരുത്, അവന്റെ വഴി കണ്ടുപിടിക്കരുത്. ഒക്കെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുമ്പോൾ നമ്മളത് അനുസരിക്കാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തെ അനുസരിച്ച് ദൈവം പറയുന്ന വഴിയിലൂടെ നീ യാത്ര ചെയ്താൽ നിന്റെ കുടുംബത്തെ ദൈവം ഉയർത്തും കേട്ടോ. ഹല്ലേലൂയ. എത്ര കാലമായി നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഇന്നുവരെ ഒരു മാറ്റമില്ലാതെ സങ്കടത്തിന്റെ നടുവിലാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ പറയുകയാണ്, ഹല്ലേലൂയ, നിന്റെ കുടുംബത്തെ ദൈവം മാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ തെറ്റായ പാതയിൽ സഞ്ചരിക്കുകയാണോ നിങ്ങൾ തെറ്റായ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. സാഹചര്യങ്ങളെല്ലാം നിനക്ക് കുഴപ്പം കൊണ്ടുവരികയാണോ? നീ കർത്താവിൽ നിന്ന് അകന്നു പോയോ? നിങ്ങളോട് ചോദിക്കണം. ഒന്ന്, എന്താണ്? ഞാൻ തെറ്റായ പാതയിലാണോ സഞ്ചരിക്കുന്നത്? രണ്ട്, എന്റെ ജീവിതത്തിൽ എന്റെ സാഹചര്യങ്ങളെല്ലാം കുഴപ്പങ്ങൾ കൊണ്ട് നിറഞ്ഞതാണോ? മൂന്ന്, കർത്താവ് എന്നിൽ നിന്നും അകന്നു പോയോ? നാല്, കർത്താവ് എന്നോട് ഇഷ്ടമില്ലാത്ത അനുഭവത്തിൽ ഞാൻ ജീവിക്കുന്നുണ്ടോ? അഞ്ച്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രതിസന്ധികൾ നിറയുന്നത് എന്തുകൊണ്ട്? ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ നിങ്ങൾ കർത്താവിന്റെ വഴി വിട്ട് സഞ്ചരിക്കരുത്. സാഹചര്യങ്ങൾ വളരെ കുഴപ്പമായി മാറും. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കണം. അവൻ അകന്നു പോകരുത്. ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ ജീവിതം പരാജയപ്പെടും. നമ്മൾ ഒരിക്കലും ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്. ഹല്ലേലൂയ. പല മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്ന് ലോകത്തോട് ചേർന്നു. ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം തുടങ്ങിയ ഈ ലോകത്തിന്റെ പാപ സ്വഭാവങ്ങൾ ഈ മൺകൂടാരത്തിലേക്ക് കടന്നു വന്ന് ശരീരത്തെ ആകർഷിച്ച് പ്രലോഭനം തന്ന് നിന്നെ പാപത്തിലേക്ക് തള്ളിയിടുവാൻ, ദൈവ വഴിയിൽ നിന്നെ നീക്കിക്കളയുവാൻ, ദൈവത്തിനെ അകറ്റിക്കളയുവാൻ, നിന്റെ സാഹചര്യങ്ങളിൽ മുഴുവൻ കുഴപ്പങ്ങൾ സൃഷ്ടിച്ച സാത്താൻ നിനക്ക് വേണ്ടി കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. നമ്മൾ വഴുതി വീഴരുത് സാത്താന്റെ അരികില്. ഹല്ലേലൂയ.
നമുക്കറിയാം, തേൻ ശേഖരിച്ചു കൊണ്ടുവരുന്ന തേനീച്ചയാണ്. ഈച്ചകൾ ദൂരെ പറന്നു ഇഷ്ടംപോലെ പൂമ്പൊടിയും തേനും കൊണ്ട് തേൻ ശേഖരിക്കും. പക്ഷെ ആ തേൻ പിഴിഞ്ഞു വെച്ച് ആ തേനെടുത്ത് നമ്മളെ തേൻ ഒരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചാൽ ആ പാത്രത്തിലേക്ക് വീഴുന്ന ആ ഈച്ചയ്ക്ക് പിന്നെ കരകയറാൻ പറ്റില്ല. ഈച്ച ആ തേനിനകത്ത് കിടന്നെത്തും. തേൻ കൊണ്ടുവന്നും തേൻ ശേഖരിച്ചും തേൻ ഉണ്ടാക്കിയതൊക്കെ ഈച്ചയാണ്. പക്ഷെ ആ ഈച്ച തേനിലേക്ക് വീണാലും ആ ഈച്ചയുടെ അന്ത്യം കുറിക്കുക. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന മധുരമായ പലതും മധുരമേറിയ പലതും നിന്റെ കണ്ണുകൾക്ക് ഇപ്പമായി സാത്താൻ കാണിച്ചു തരും. നീ അതിനകത്തങ്ങനെ വഴുതി വീണാൽ ഈ തേനീച്ച തേനിൽ കിടന്ന് ചത്തുപോകുന്നത് പോലെ നിന്റെ ജീവിതം തകർന്നു പോകും കേട്ടോ. അല്ലേരി. അതുകൊണ്ടാണ് പൗലോസ് കൊലോസ്യ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അവർ ഫലം കായ്ക്കണം. അല്ലേരിയ. പരിജ്ഞാനത്തിൽ വളരണം, ബലപ്പെടണം. അല്ലേരിയ. അവർ ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തനങ്ങളിൽ വിടുവിക്കപ്പെടണം, ഇരുട്ടിന്റെ അധികാരത്തിൽ വിടുവിക്കപ്പെടണം. അതിന് നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞത് ആത്മീയമായ ജ്ഞാനമാ, ആത്മീയമായ വിവേകമാ. കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള പരിജ്ഞാനമാണ് ഈ ലോകത്തെ നമുക്ക് ജയിക്കാൻ കഴിയുന്നത്. അല്ലേലിയ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെയും, നിങ്ങൾ ഈ ലോകത്തിൽ ആത്മീയമായി ജീവിക്കുമ്പോൾ, നിങ്ങൾ ഈ ഭൂമി ജീവിച്ച് ഈ ലോകം വിട്ട് നിങ്ങൾ കടന്നു പോകുന്ന ഈ ലോകം നിങ്ങൾ ഒഴിഞ്ഞു കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്. നിങ്ങൾ ഈ ലോകത്ത് നിന്ന് മാറി കൊടുക്കണം. ഈ ശരീരം നിങ്ങൾ വിട്ടുകൊടുക്കും. ഈ ശരീരം മണ്ണിന് വിട്ടുകൊടുക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ആത്മാവ് നിത്യമായി സ്വർഗത്തിൽ എത്തണമെങ്കിൽ നിങ്ങൾ ഈ ഭൂമി വെച്ച് തന്നെ ദൈവികമായ ജ്ഞാനത്തിനും വിവേകത്തിനും പരിജ്ഞാനത്തിനും വളരണം. പ്രൈസലോ. അല്ലാതെ ഈ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇരുന്ന് ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ടൊന്നും ഒരു വ്യക്തിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. അത് നാട്ടിൽ നടക്കുന്ന ഒരു സംഭവം അങ്ങ് ചെയ്യുന്ന ആരൊക്കെയോ പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. ജീവനോടെ ഇരിക്കുമ്പോഴാണ് നിന്റെ പാപത്തിന് പരിഹാരം വരുത്തി ശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്തോടു കൂടെ നടക്കുന്നു എന്ന് നീ ഉറപ്പുവരുത്തണം. നിങ്ങൾ ദൈവത്തോടു കൂടിയാണ് നടക്കുന്നത്. നിങ്ങളുടെ സാഹചര്യങ്ങളൊന്നും വഴിതെറ്റി പോയിട്ടില്ല. നിങ്ങൾ പിശാചിന്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തിട്ട് നിന്റെ ജീവിതത്തിനകത്ത് അശുദ്ധി വന്നിട്ടില്ല. പ്രാർത്ഥന എന്ന ബലമുള്ള ആയുധം കൊണ്ട് നിന്റെ കുടുംബത്തെ കോട്ട കെട്ടിയിരിക്കുകയാണെന്ന് നിനക്ക് കുറച്ചു വിശ്വസിച്ചുകൊണ്ട് നീ യാത്ര ചെയ്താൽ നീ പരാജിതരായി മാറത്തില്ല. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ എന്ത് ചെയ്യാൻ? ഹല്ലേലൂയ. നമുക്ക് കർത്താവ് അല്ലെങ്കിൽ എന്നോടുകൂടെ ഇല്ലാത്തതാണോ എനിക്ക് ഇത്ര വലിയ കഷ്ടപ്പാടുകൾ? ചില ചോദിക്കും, യേശുവിനെ അറിയാത്തത് കൊണ്ടാണോ, യേശുവിനെ സ്നേഹിക്കാത്തത് കൊണ്ടാണോ, യേശു എൻ്റെ കൂടെ ഇല്ലാത്തത് കൊണ്ടാണോ ഞാൻ ഈ കഷ്ടപ്പാടുകളെല്ലാം അനുഭവിക്കുന്നത്? പലരും ചിലർ ദുഃഖിച്ച് ചോദിക്കാറുണ്ട്, ദുഃഖത്തോടെ. എന്നെ കേൾക്കുന്ന ഇങ്ങനെയുള്ള സമയങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിൽ നിങ്ങൾ ജയിച്ച് നിങ്ങൾ സിംഹാസനത്തിലിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് ഇതിനെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് ഈ ദൈവികമായ ജ്ഞാനത്തിനും വിവേകത്തിനും പരിജ്ഞാനത്തിനും വളരുവാൻ നിന്നെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥനയാകുന്ന ആ ബലമുള്ള ആയുധം നീ ധരിക്കുകയാണെങ്കിൽ സാത്താൻ നിന്റെ മേൽ വരുവാൻ അടുക്കുവാൻ കഴിയില്ല. നിന്നെ ഭരിക്കുന്നത് ദൈവവചനമായിരിക്കും. നിന്നെ ഭരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു ആയിരിക്കണം. നിന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ അധികാരി യേശു ആയിരിക്കണം. ലോകം നിന്നെ നയിക്കരുത്, ലോകം നിന്നെ നടത്തരുത്. ലോകത്തിന്റെ പാപങ്ങളിലേക്ക്, ലോകത്തിന്റെ പാഠങ്ങളിലേക്ക് നീ പോയി നിന്റെ ജീവിതത്തെ നീ താറുമാറാക്കി കളയാതെ നീ കർത്താവായ യേശുക്രിസ്തു പഠിച്ചുകൊണ്ട് അവന്റെ പാതയെ അനുഗമിക്കണം. ഹല്ലേലൂയ. അപ്പം സകലവും അവന്റെ നിയന്ത്രണത്തിൽ വരണം. നിങ്ങളുടെ ജീവിതം മുഴുവൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിയന്ത്രണത്തിൽ വരണം. നിങ്ങളുടെ ജീവിതം മുഴുവൻ കർത്താവിന്റെ വചനത്തിലായിരിക്കണം. വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഹല്ലേലൂയ. ആകാശത്തിനും ഭൂമിയിലും സകല അധികാരമുള്ളവൻ യേശുവ. ആകാശത്തിനും ഭൂമിയിലും സകല അധികാരമുള്ളവൻ യേശുവ. അത്ര അധികാരം വേറെ ആർക്കുമില്ല. ഹല്ലേലൂയ. ആകാശത്തിലും ഭൂമിയിലുള്ള സകലത്തിന്മേലും, സകല അണ്ടഘടാകത്തിന്മേലും, മകനാണ്ടങ്ങളുടെ മേലും, ഈ കാണുന്ന ഹല്ലേലൂയ സകല ചരാചരങ്ങളുടെ മേലും, സകലത്തിന്മേലും പൂർണ്ണ അധികാരമുള്ളവൻ യേശുവ. മനുഷ്യന്റെ മേൽ അധികാരമുള്ളവൻ യേശുവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് സിംഹാസനത്തിൽ ഇരുന്ന് സകലത്തെ നയിക്കുന്ന, നിയന്ത്രിക്കുന്ന, ഭരിക്കുന്ന അധികാരമുള്ള കർത്താവിന്റെ അധികാരത്തിന് കീഴിൽ നീ ആയിരുന്നാൽ ഹല്ലേലൂയ നിന്റെ ജീവിതം ഹല്ലേലൂയ എത്ര ശ്രേഷ്ഠമായി തീരും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ നോട്ടത്തെ കർത്താവിലേക്ക് കൊണ്ടുവരണം. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ് ഹല്ലേലൂയ ഒരിക്കൽ പറഞ്ഞു, ഹല്ലേലൂയ യഹോവ എന്റെ ഇടയനാകുന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ ദാവീദ് എന്ന് പറയുന്ന വ്യക്തി ഇസ്രായേലിന്റെ രാജാവാണെങ്കിൽ പോലും, താനൊരു ഇടയനാണെങ്കിൽ പോലും, തന്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചപ്പോൾ ദാവീദ് പറയാണ്, എനിക്ക് മുകളിലൊരു ഇടയനുണ്ട്. ഹല്ലേലൂയ.
അപ്പം ആ മനുഷ്യന്റെ ഉള്ളിൽ താൻ ഇടയനാണെന്നുള്ള അഹങ്കാരം, താൻ രാജാവുള്ള അഹങ്കാരത്തിന്റെ പ്രതാപത്തിലൂടെ പോകാതെ തനിക്ക് മുകളിൽ ഇടയനുണ്ടെന്ന് ചിന്തിച്ചു. 121 സങ്കീർത്തനം വരുമ്പോൾ കാണുന്നുണ്ട്, ഞാൻ എൻ്റെ കണ്ണു പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. ഹല്ലേലൂയ. അപ്പം ബാബിലോണിൽ നിന്ന് പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന് ഇസ്രായേലും യെരൂശലേമിലും വന്നപ്പോൾ യെരൂശലേമിൽ ചുറ്റി നിൽക്കുന്ന പർവ്വതനിരകളെ കണ്ടിട്ട് അവർ അവരുടെ കണ്ണുകൾ ഉയർത്തി, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ വരും? അവരോ എന്തിച്ച് സഹായം പർവ്വതത്തിൽ നിന്നാണ്. പക്ഷെ പരിശുദ്ധാത്മ പറഞ്ഞു, ഈ സഹായം കൊണ്ട് പർവ്വതത്തിൽ നിന്നല്ല വരുന്നത്, എന്റെ സഹായം ആകാശത്തെ ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നെന്ന്. അതെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, സകലത്തെ അടക്കി ഭരിക്കുന്ന സകലത്തിന്റെ ഉടയവനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നിന്റെ കണ്ണുകൾ ഉയർത്തുന്നെങ്കിൽ, അല്ലെങ്കിൽ നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ, കൊലോസ്യ സഭയ്ക്ക് ഹല്ലേലൂയ ആ പരിജ്ഞാനത്തിൽ വളരുവാൻ വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്ന പോലെ നീ പ്രാർത്ഥനയിലേക്ക് വരികയാണെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. നിങ്ങളുടെ നോട്ടം കർത്താവിലേക്കായിരിക്കട്ടെ. ഹല്ലേലൂയ. അവനെ പോലെ നിങ്ങൾ ചിന്തിക്കണം. ആരെ പോലെ? യേശുവിനെ പോലെ ചിന്തിക്കണം. യേശുവിനെ പോലെ ചിന്തിക്കണം, യേശുവിനെ പോലെ നടക്കണം, യേശുവിനെ പോലെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ ജീവിതം മുഴുവൻ പ്രാർത്ഥനയായിരുന്നു. വ്യക്തം ചെയ്യാം, യേശു ക്രിസ്തുവിന്റെ ജീവിതം മുഴുവൻ പ്രാർത്ഥനയായിരുന്നു. യേശു പിതാവിന് കീഴ്പ്പെട്ടിരുന്നു. സകല അധികാരമുണ്ടായിരുന്നു പിതാവിന് കീഴ്പ്പെട്ടിരുന്ന പ്രാർത്ഥനയോടെ യേശു തന്നെ ഏൽപ്പിച്ച് ദൗത്യങ്ങൾ ചെയ്തെടുത്തതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, സഹോദര, സഹോദരി, നീ കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കിയേ. കർത്താവായ യേശു ക്രിസ്തുവിന് നീ കീഴ്പ്പെട്ടിരുന്ന, അധികാരത്തിന് കീഴ്പ്പെട്ടിരുന്ന നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ നീ നിന്റെ കുടുംബവും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. യോശുവ പറഞ്ഞതുപോലെ നിനക്ക് പറയാൻ കഴിയും, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞതുപോലെ നീ നിന്റെ കുടുംബം ദൈവത്തെ സേവിക്കണം. കൊലോസ്യ സഭയ്ക്ക് ഇല്ലാതെ പോയതിനെ അവർക്ക് ലഭ്യമാക്കാൻ വേണ്ടി വിശുദ്ധന്മാർക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്നത് പോലെ ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയാണല്ലേ. നിങ്ങൾക്ക് അവന്റെ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനത്തിൽ നിങ്ങൾ വളർന്ന് നിങ്ങൾ അല്ലെങ്കിൽ സ്തോത്രം ബലം കായ്ക്കണം. നിങ്ങൾ ബലം കായ്ക്കണം, നിങ്ങൾ പരിജ്ഞാനത്തിൽ വളരണം. ഹല്ലേലൂയ. നിങ്ങൾ ബലപ്പെടണം. ഇരുളിന്റെ പ്രവർത്തി നിങ്ങൾ വിടുവിക്കപ്പെടണം. എന്റെ ആഗ്രഹം അത് തന്നെയാണ്. അപ്പം നിങ്ങൾ എനിക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഞാൻ ഫലം കായ്ക്കാതെ ഹല്ലേലൂയ സ്തോത്രം പരിജ്ഞാനമില്ലാതെ ബലപ്പെടാതെ ഇരുട്ടിന്റെ അധികാരത്തിൽ നടന്ന എന്റെ ജീവിതത്തിന്റെ 36 വർഷമുണ്ട്. അന്ന് എനിക്ക് വേണ്ടി ഒരുപാട് ദൈവമക്കൾ പ്രാർത്ഥിച്ച് എന്തിനാണ് പ്രാർത്ഥിച്ചത്? കർത്താവേ, ആ മനുഷ്യൻ ഹല്ലേലൂയ ഫലം കായ്ക്കണം, കർത്താവിന് വേണ്ടി പരിജ്ഞാനത്തിൽ വളരണം, ക്രിസ്തുവിൽ ബലപ്പെടണം, ഇരുട്ടിന്റെ അധികാരത്തിൽ പിടിവിക്കണമെന്ന് എനിക്ക് വേണ്ടി ആയിരക്കണക്കിന് ദൈവമക്കൾ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് ഞാൻ ഈ സുവിശേഷം പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ എന്നെ പഠിപ്പിച്ചത് പരിശുദ്ധാത്മാവ്. അതിന് കാരണം പൗലോസിലൂടെ ദൈവം പ്രവർത്തിച്ചു. പൗലോസിലൂടെ ഈ വചനങ്ങൾ എഴുതി തന്നുകൊണ്ടാണ്. പൗലോസ് അപ്പോസ്തലൻ ദൈവസഭയ്ക്ക് ഈടുറ്റ 14 ലേഖനങ്ങളെ എഴുതി തന്ന ലേഖനങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, നാം നമുക്ക് വേണ്ടി മാത്രമല്ല ജീവിക്കേണ്ടത്, നമ്മളെപ്പോലെ ചുറ്റുമുള്ള ആയിരങ്ങൾ, പതിനായിരങ്ങൾ, കോടാനുകൂടി ജനങ്ങൾ കണ്ണുനീരിലൂടെ കടന്നു പോകുന്നു. അവരുടെ കഷ്ടതകൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, അവരുടെ വേദനകൾ നാം കാണാതിരിക്കരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി കണ്ണീരിടുക. ഒരുപക്ഷെ നമുക്ക് പരിചയമില്ലാത്തവരായിരിക്കാം, നമ്മൾ അറിയാത്തവരായിരിക്കാം, മറ്റേതെങ്കിലും ഭാഷക്കാരൻ്റെ സംസ്കാരമുള്ളവനോ രാജ്യക്കാരനുമായിരിക്കാം. എങ്കിലും നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന് പറയുന്ന ആയുധം കൊണ്ട് നമ്മൾ ഈ ലോകത്തെ വലയം ചെയ്യണം. ജാതി സ്പർദ്ധ വർദ്ധിക്കുന്നു. ഇവിടെ തീവ്രവാദങ്ങൾ, ഭീകരവാദങ്ങൾ, വർഗീയതയും വളർന്ന് മതസ്പർദ്ധ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മതത്തിന്റെ പേരിൽ കൊലപാതകങ്ങളും അക്രമങ്ങളും രക്തച്ചൊരിച്ചിലും ഉണ്ടാക്കി രാഷ്ട്രീയം വളർത്തി പലരും അധികാരത്തിന്റെ സീമയിൽ വാഴുവാൻ പലരും തുനിഞ്ഞിറങ്ങിയിരിക്കെ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, പ്രാർത്ഥനയ്ക്ക് മടങ്ങുക. നിന്റെ കുടുംബത്തിന്റെ ജീവിതത്തിന്റെ കുടുംബത്തിന്റെ അരിഷ്ടാവസ്ഥ നീ മനസ്സിലാക്കണം. നിന്റെ കുടുംബത്തിന്റെ കണ്ണുനീരി നീ നോക്കണം. നിന്റെ കുടുംബത്തിനകത്ത് സമാധാനമുണ്ടോ? സ്വസ്ഥതയുണ്ടോ? നിന്റെ കുടുംബത്തിനകത്ത് നീ അധ്വാനിക്കുന്നു, നിന്റെ കൈവശമുണ്ടോ? നിന്റെ പോക്കറ്റ് ഇന്നും ഓട്ടസഞ്ചി പോലെയല്ലേ? അല്ലെങ്കിൽ നീ സമ്പാദിക്കുന്നുണ്ട്. നീ സമ്പാദിക്കുന്നതൊക്കെ എവിടെ പോവുകയാണ്? നീ അധ്വാനിക്കുന്നത് എവിടെ പോകുന്നു? നീ ഒരു പകൽ മുഴുവൻ ചോര വിയർപ്പാക്കി അധ്വാനിക്കുന്നില്ലേ? പലരും പല രാത്രിയിൽ ഉറക്കളച്ച് ചോര വിയർപ്പാക്കി രാത്രി മുഴുവൻ ഉറക്കളച്ച് ജോലി ചെയ്ത് പണം സമ്പാദിക്കുന്നില്ലേ? നിന്റെ അധ്വാനത്തിന്റെ ഫലം എവിടെ പോയി? നിന്റെ അധ്വാനത്തിന്റെ ഫലം ആര് വാങ്ങിയെടുത്തു? നിനക്കും നിന്റെ ഭാര്യയ്ക്കും നിന്റെ മക്കൾക്കും മാതാപിതാക്കൾക്കും അനുഭവിക്കുവാൻ കഴിയുന്ന വിധത്തിൽ നിന്റെ സമ്പത്ത് നിന്റെ ഭവനത്തിലുണ്ടോ? അല്ലെങ്കിൽ എവിടെ നഷ്ടപ്പെട്ടു പോയി?
ഈ ലോകത്തിന്റെ വെറുക്കൂത്ത്, ഈ ലോകത്തിന്റെ ജനികമായ ജീവിത സാഹചര്യം ഇവിടുത്തെ മദ്യലോപികൾക്കും മയക്കുമരുന്ന് ലോപികൾക്കും മാനസാര ലോപികൾക്കും അധാർമ്മികതയ്ക്കും ജഡികതയ്ക്കും പരസംഗത്തിനും വ്യഭിചാരത്തിനും അക്രമത്തിനും ഇവിടുത്തെ ദുഷ്കാമ കാര്യങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ ദുഷ്പ്രവർത്തിക്ക് വേണ്ടി നിന്റെ അധ്വാന ഫലം നീ ചെലവഴിക്കരുത്. നിന്റെ അധ്വാന ഫലം നീ നിന്റെ മക്കളും അനുഭവിക്കണം കേട്ടോ. അല്ലേറിയ അതൊക്കെ ശരിയായ രീതിയിൽ ജീവിക്കണമെങ്കിലേ ദൈവസ്ഥലേക്ക് വരണം. അല്ലേ? ശരിയായ രീതിയിൽ ജീവിക്കാൻ പഠിച്ചത് ഞാൻ യേശുക്രിസ്തുവിൽ വന്ന പിന്നെ നിങ്ങൾ എൻ്റെ നാട്ടിലേക്ക് ചോദിച്ചു നോക്കാൻ. എൻ്റെ നാടൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്. എനിക്ക് അഭിമാനത്തോട് പറയും, ഞാൻ നാടിനെ കുറിച്ച് അങ്ങ് പത്തനംതിട്ട ജില്ലയിൽ ചാത്തന്തറ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെറും ഒരു കള്ളുകുടിയനായിരുന്നു ഞാൻ. പരിജ്ഞാനമില്ല, ദൈവത്തെ അറിയില്ല, പ്രാർത്ഥന അറിയില്ല, കത്തോലിക്കനാണ്, പേര് പാപ്പച്ചനാണ്. എനിക്ക് യേശുവിനെ അറിയില്ലാതെ പോയി. എത്ര വർഷം? 36. പക്ഷെ യേശുവിനെ ഞാൻ അറിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ ജീവിക്കാൻ തുടങ്ങിയത്. അതുവരെ ജീവിക്കുന്നുണ്ട് മൃഗമായിരുന്നു, മൃഗം. യേശുവിനെ അറിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലെ ആ മൃഗത്തിന്റെ ശക്തി മാറിപ്പോയി. മൃഗസമാനമായ സ്വഭാവം മാറി. യേശുവിന്റെ സ്നേഹം എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷം ഞാൻ അനുഭവിച്ചു. അതേ സ്നേഹിത, നീ യേശുവിലേക്ക് വാ. നിന്റെ ജീവിതം മുഴുവൻ അടിമുടി മാറും. നിന്റെ ജീവിതം ഇത് മതപരിവർത്തനം, മതം മാറ്റമൊന്നുമല്ല. യേശുക്രിസ്തു ഒരു മതത്തിന്റെ സ്ഥാപകനല്ല, ഒരു മതം ഉണ്ടാക്കിയിട്ടില്ല. യേശു ഒരു മതത്തിലേക്ക് നിങ്ങളെ വിളിക്കുന്നില്ല. ഞങ്ങളും ആരെയും വിളിക്കാറില്ല. നിങ്ങളോട് മതം മാറാനോ പേര് മാറാനോ ഒന്നും ഞങ്ങൾ പറയില്ല. ഞങ്ങൾ പറയുന്നത് നിന്റെ തകർന്നു കിടക്കുന്ന കുടുംബത്തെ നീ പണിയപ്പെടണം. നിന്റെ കുടുംബത്തെ നിന്റെ തകർന്നു പോയ ജീവിതത്തെ നീ പുതുക്കിയെടുത്ത് നിന്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണം. അതിന് നീ കർത്താവിൽ നിന്ന് പഠിക്കണം. അതുകൊണ്ടാണ് ആ ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നീ നിറഞ്ഞു വരണം. ആരുടെ? ദൈവത്തിന്റെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നീ നിന്റെ കുടുംബം നിറയപ്പെട്ടാൽ നിന്റെ കുടുംബത്തിനകത്തെ അവസ്ഥ ദൈവം മാറ്റിത്തരും. സാത്താൻ നിന്റെ കുടുംബത്തിന് എത്ര കാലമായി വെല്ലുവിളി തുടങ്ങിയിട്ട് പലരും പറയും കൂടോത്രമാണ്, മന്ത്രവാദമാണ്, ആഭിചാരങ്ങളാണെന്ന് പലരും പറയാറുണ്ട്. ഏലസ്ഥാനത്ത് അകടാണ്, ഒതുക്കിട്ടതാണ്, അതിലേ പോയി ഇതിലേ പോയി, അവിടുന്നുള്ള വരവ ഇവിടുന്നുള്ള വരവ, അവൾ ചെയ്തു ഇവിടെ ചെയ്തു അവൻ ചെയ്തു എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ തന്നെ സ്വയം അകമ്പതിച്ചു പോകാതെ അല്ലെങ്കിൽ പ്രാർത്ഥനയാകും ആയുധത്താൽ നിന്റെ ജീവിതത്തെ നിറച്ചെടുത്ത് സാത്താനെ ജയിപ്പാൻ നീ ദൈവത്തിന്റെ സർവായുധവർക്ക് ധരിച്ചുകൊണ്ട് നീ അവരെ കീഴ്പ്പെട്ടു കൊടുക്കുമ്പോൾ നിന്റെ കുടുംബത്തെ ദൈവം മാനിച്ചുയർത്തും. ലോകമോഹങ്ങൾ മുഴുവൻ നീ ത്യജിക്കണം. അല്ലേലിയ. എന്നെ കേൾക്കുന്ന മാതാവേ, ആമേൻ. ദൈവമില്ലാത്ത നിന്റെ ജീവിതം മഹാവിപത്ത. ദൈവം നിന്റെ ജീവിതത്തിൽ, യേശു നിന്റെ ജീവിതത്തിൽ ഇല്ലാതെ കഴിഞ്ഞ് നീ മഹാരോഗിയായി മാറി. നിന്റെ കുടുംബം ശാപത്തിന് കീഴിലായി മാറി. നിന്റെ തലമുറകൾ മദ്യപാനത്തിനടിമയായി, നിന്റെ ഭർത്താവ് മദ്യപാനത്തിനടി, നിന്റെ ഭാര്യ മദ്യത്തിന് ലഹരിക്കും അടിമ. നിന്റെ കുടുംബത്തിനകത്ത് അരാജകത്വം വളർന്നതിന്റെ കാരണം എന്താണ്? പ്രാർത്ഥന നിനക്ക് നഷ്ടപ്പെട്ടു പോയി, ദൈവമായുള്ള ബന്ധം നിനക്ക് നഷ്ടപ്പെട്ടു പോയി, ലോകമായുള്ള കൂട്ടുകെട്ട് നിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ, ലോകക്കാരെ നിന്റെ ജീവിതത്തേക്ക് ചേർത്ത് പിടിച്ചപ്പോൾ ദൈവം നിന്നെ അകന്നുപോയി. അതുകൊണ്ട് നീ ദൈവത്തിലേക്ക് മടങ്ങി വാ. നിന്റെ കുടുംബത്തെ ഉയർത്താൻ ആഗ്രഹിക്കുക. നിന്റെ കണ്ണുനീര് ദൈവം മാറ്റാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കുടുംബത്തിന്റെ ബാധ മാറ്റുവാൻ, നിന്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങളെ മാറ്റുവാൻ നീ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളായി നീ ജീവിതത്തിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകാൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ ജീവിതത്തെ ദൈവം ഉയർന്ന നിലയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എവിടെയെല്ലാം നീ നിന്ദിക്കപ്പെട്ടോ, അപമാനിക്കപ്പെട്ടോ, പരിഹസിക്കപ്പെട്ടോ, അതിന്റെ നടുവിൽ ദൈവത്തിനെ മാനിക്കുവാൻ ആഗ്രഹിക്കുക. നിന്റെ ശരീരത്തെ വരിഞ്ഞു മുറുക്കുന്ന രോഗത്തിന്റെ ആത്മാവിനെ ദൈവം നീക്കാൻ ആഗ്രഹിക്കുന്നു. ശിരസ്സോട്ട് ഉള്ളംകാലി വരെ എല്ലാം നാട്ടിനരമ്പ് ജോയിന്റുകളിലും പേശികളിലും രക്തധമനികളിലും വ്യാപരിക്കുന്ന രോഗത്തിന്റെ ആസക്തികളെ, രോഗത്തിന്റെ ശക്തിയെ നിന്റെ ശരീരത്തിൽ ദൈവം നീക്കി നിന്റെ ശരീരമാകുന്ന കൂടാരത്തെ ദൈവവചനത്താൽ ആത്മാവിന്റെ അഭിഷേകത്തെ നിറച്ച് ദൈവം നിന്നെ പുതുക്കിയെടുക്കാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. നാം ദൈവത്തിന്റെ സന്നിധിക്ക് വരണം. എത്ര കുടുംബങ്ങളെ കരയുന്നു. ഇന്നും നിന്റെ കുടുംബത്തിന്റെ കരച്ചിലല്ലേ, നിലവിളിയല്ലേ? യഥാർത്ഥത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? സന്തോഷ ജീവിതം നയിക്കുന്നുണ്ടോ? കുടുംബത്തിനകത്ത് മാതാപിതാക്കളും അപ്പനും അമ്മയും സന്തോഷ ജീവിതം നയിക്കുന്നുണ്ടോ? എവിടെയാണ് നിങ്ങളുടെ കുടുംബം തകർന്നത്? എവിടെയാണ് നിങ്ങളുടെ കുടുംബം ചിന്ന ഭിന്നമായി മാറിയത്? എന്താണ് നിന്റെ കുടുംബത്തിനകത്ത് വന്ന പ്രശ്നങ്ങൾ? അയൽവാസിയെ നീ വഴിയാക്കുകയാണോ? അടുത്തുള്ളവന് വഴിയാരികയാണോ? മറ്റുള്ളവരെ കുറ്റം പറയുകയാണോ? അങ്ങനെ നീ അതിന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നത് നിന്റെ കുടുംബത്തിന്റെ തകർച്ചയുടെ കാരണം നീ തന്നെയാ.
നിന്റെ കുടുംബത്തിന്റെ തകർച്ചയുടെ കാരണം നീ തന്നെ. കാരണം നീ ദൈവത്തിന്റെ സ്തോത്രം, ആത്മീയമായ ജ്ഞാനം നിനക്ക് നഷ്ടപ്പെട്ടു, ആത്മീയമായ വിവേകം നഷ്ടപ്പെട്ടു. കർത്താവ് യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം നിന്നിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ലോകം നിന്നിലേക്ക് പ്രവേശിച്ചു. അതുകൊണ്ട് നിന്റെ കുടുംബം ഇന്നും കാണുകയില്ല. സഹോദര സഹോദരി, മടങ്ങുക. നീ നഷ്ടപ്പെട്ടു പോകരുത്. നീ ഒരുപക്ഷെ കേരളത്തിലായിരിക്കാം, ഭാരതത്തിലായിരിക്കും, വിദേശ രാജ്യത്ത് എവിടെയെങ്കിലും ആയിരിക്കാം. ഇന്നും നീ നിലവിളിക്കുകയല്ലേ, കരയുകയല്ലേ, നിന്റെ ജീവിതം താറുമാറായി കിടക്കുകയല്ലേ. നിനക്കൊരു ഉയർച്ച തരാൻ ദൈവം ആഗ്രഹിക്കുക. നിന്റെ നന്മയുടെ വലം കൈ തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിന്നെ കൈപിടിച്ച് ഉയർത്തുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നിന്റെ സകല പരാജയത്തെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അബ്രഹാമിലൂടെ വാഗ്ദത്തത്തെ ദൈവം നിനക്ക് പകരുവാൻ, ഹല്ലേലൂയ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ദൈവം നിറയ്ക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് പറയാൻ നീ മടങ്ങുക. ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ കുടുംബത്തിനകത്ത് സാത്താന തന്ത്രങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കുക. പല കുടുംബങ്ങളും പിശാചിക്കടിയിൽ അകപ്പെട്ട് കിടക്കുക. വീട്ടിനകത്ത് തലമാരിക്കകത്ത് മേടിച്ചു വെച്ചിരിക്കുന്ന ഫ്രിഡ്ജിനകത്ത് കൊണ്ടുവച്ചിരിക്കുന്നത് തലയിലെ കീഴിൽ കൊണ്ടുവച്ചിരിക്കുന്ന വീട്ടിൽ ഭാര്യ കാണാതെ മക്കൾ കാണാതെ കൊണ്ടുവച്ചിരിക്കുന്ന ബ്രാൻഡ് കുപ്പി എടുത്ത് തൂരക്കളാണ്. ഹല്ലേലൂയ. നിന്റെ പോക്കറ്റിനകത്ത് നിന്റെ വീടിനകത്തുള്ള വീടിക്കുറ്റിയുള്ള പുകവിലെ ലഹരിയെല്ലാം നീ നീക്കിക്കളാ. നിന്റെ കുടുംബം നീ സ്വസ്ഥമാക്കിയെടുക്കുക. എന്റെ കുടുംബത്തിനകത്തൊരു ശുദ്ധീകരണം നടക്കുന്നു, ജീവിതത്തിൽ ശുദ്ധീകരണം. ദൈവഹിതമല്ലാത്തതെല്ലാം സകല കാടത്തരങ്ങളിൽ നിന്റെ വീട്ടിൽ നിന്ന് നീക്കിക്കളയണം ജീവിതത്തിൽ നിന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെയൊക്കെ ജീവിച്ചൊരു കാലഘട്ടം എനിക്കുണ്ട് സ്വഭാവേ. ഒരിക്കൽ പോലും സമാധാനമില്ലായിരുന്നു, ഒരിക്കൽ പോലും സന്തോഷമില്ലായിരുന്നു. സന്തോഷം എന്താ, സമാധാനം, സ്വസ്ഥത എന്താ, സ്നേഹം എന്താണെന്ന് അറിയാതെ വെറും കാടനായി ജീവിച്ചൊരു ജീവിതമുണ്ട് എനിക്ക്. എന്നെ അതിൽ നിന്ന് കർത്താവ് വേർതിരിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ഹല്ലേലൂയ മറ്റുള്ളവർ ആരാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. പ്രൈസ്. അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ. അതുകൊണ്ട് നിന്റെ കുടുംബത്തെ ദൈവം ഉയർത്താൻ ആഗ്രഹിക്കുക. അപ്പൊ കഠിനമായ സാഹചര്യത്തിലൂടെ ചിലപ്പോൾ കർത്താവ് നിങ്ങളെ നടത്തിയെന്ന് തോന്നിയാലും നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറി നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു എന്നാണ് 2 കൊരിന്ത്യർ 9:6 പറയുന്നത്. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മൾ ശോധനയുടെ കടന്നു പോയേക്കാം, പ്രതിസന്ധിയിലൂടെ കടന്നു പോയേക്കാം, പ്രശ്നങ്ങളിലൂടെ കടന്നു പോയേക്കാം. ഒരുപക്ഷെ നിങ്ങൾ തകർന്നു പോയി എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാമെന്നെങ്കിലും കൊരിന്ത്യർ ലേഖനം വായിക്കുമ്പോൾ പൗലോസ് പറയുന്നത് എന്താണ്? ഞാൻ ഒരിക്കലും വചനം വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം, ഹല്ലേലൂയ, അതിന് 8-ാമത്തെ വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്താണ്? ഹല്ലേലൂയ, അവിടെ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവശക്തനാകും. ഈ വചനത്തിലുള്ള വാഗ്ദത്തം ദൂതാകട്ടോ. ഹല്ലേലൂയ. അതെ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കാണ് നീ ഭാരപ്പെട്ടു പോകരുത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആത്മീയമായി വളർച്ച പ്രാപിച്ച് കർത്താവിനെ ദൃഢമായ രീതിയിൽ ആശ്രയിക്കണം. ആത്മീയമായി വളർച്ച പ്രാപിച്ച് കർത്താവിനെ ശക്തിയോടെ അഭിഷേകത്തോടെ നിങ്ങൾ ആരാധിക്കണം. കർത്താവിനെ നിങ്ങളെക്കുറിച്ചുള്ള ലക്ഷ്യം നിങ്ങളുടെ ആത്മീയ വളർച്ചയാണ്. യേശുവിന് നിങ്ങളെക്കുറിച്ചുള്ള ലക്ഷ്യം നിങ്ങളുടെ ആത്മീയ വളർച്ചയാണ്. നിങ്ങൾ പരിപൂർണതയുള്ളവരായി മാറണമെന്ന് കർത്താവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ കഠിനമായ പാതകളെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ പോരാട്ടങ്ങളെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ കുടുംബത്തിനകത്ത് ദൈവിക ദൂതന്മാർ ഇറങ്ങി വന്ന് ദൈവിക ദൂതന്മാരെ നിന്റെ കുടുംബത്തെ കാവൽ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. വേദപുസ്തകം പറയുന്നത് യഹോവയുടെ ദൂതന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയങ്ങളിൽ വിടുവിക്കുന്ന. അതേ സഹോദരി, സഹോദരി, നിന്റെ കുടുംബത്തെ യഹോവയുടെ ദൂതൻ പാളയങ്ങളിൽ നിന്റെ കുടുംബത്തിൽ നിന്റെ മക്കളെ സംരക്ഷിക്കുവാൻ പരിപാലിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഇന്ന് പകർന്ന് യേശുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. നിനക്ക് ജയസാധ്യതയുണ്ട്, നിനക്ക് ഉയർച്ചയുണ്ട്. നിന്റെ സ്ഥിതി മാറ്റി ദൈവം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരിമാരോട് പറയട്ടെ, ചില കുടുംബങ്ങളെ സ്ഥിതിയെ ദൈവം മാറ്റാൻ പോവുകയാണ്. ചില കുടുംബങ്ങളെ പരാജയത്തെ കഷ്ടതയെ ദൈവം മാറ്റാൻ പോവുക. കടക്കനി നിന്നെ വിടുവിക്കാൻ പോവുക. നിന്റെ കണ്ണുനീര് ദൈവം തുടയ്ക്കാൻ പോവുക. എല്ലാവരും നിന്നെ നിന്ദിച്ച് പരിഹസിച്ച് വിടക്കെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയല്ലോ. നിന്റെ കുടുംബത്തിൽ നിന്റെ കുടുംബക്കാരിൽ സഹോദരങ്ങൾ നിന്നെ മാറ്റി നിർത്തി, മാതാപിതാക്കൾ നിന്നെ ഒഴിവാക്കിയില്ലേ. വെറുങ്കയോടെ നിന്റെ വീട് വിട്ട് നീ ഇറങ്ങേണ്ടി വന്നില്ല ക്രിസ്തു മുഖാന്തരം. ഹല്ലേലൂയ. അങ്ങനെ നീ പല വിധത്തിലും നൊമ്പരങ്ങളും കഷ്ടതകളും വേദനകളും നീ അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് പകൽ ദൈവം നിന്നെ ഉന്നതമായ നിലയിലേക്ക് ഉയർത്താൻ പോവുകയാണ്. എവിടെയെല്ലാം നീ തലചായ്ക്കേണ്ടി വന്നോ, എവിടെയെല്ലാം നിന്ദിക്കപ്പെടേണ്ടി വന്നോ, അതിന്റെ നടുവിൽ ദൈവം നിന്നെ മാനിച്ചുയർത്തുക തന്നെ ചെയ്യും. കരം പിടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. നിങ്ങളൊരു യന്ത്രമല്ല, നിങ്ങളൊരു യന്ത്രമല്ല, നിങ്ങൾ മനുഷ്യനാണ്.
അല്ലേറിയ. അതുകൊണ്ട് സകല വേദനകളും ദുഃഖങ്ങളും സങ്കടങ്ങളും നിങ്ങൾക്ക് മറ്റുള്ള പങ്കുവെക്കാൻ കഴിയും. അതുകൊണ്ട് ഈ ഒരു യന്ത്രത്തിന്റെ വേദനകളും ദുഃഖങ്ങളും പങ്കുവെക്കാൻ കഴിയില്ല. കേടുപാട് കഴിയുമ്പോൾ വരുമ്പോൾ നോക്കി നന്നാക്കാനേ പറ്റുള്ളൂ. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? നിങ്ങളൊരു യന്ത്രമല്ല, നിങ്ങളൊരു മനുഷ്യനാണ്, നിങ്ങൾ ജഡമാണ്, നിങ്ങൾ ജീവനുള്ളവനാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ പങ്കുവെക്കണം. ആരോട്? യേശുവിന്റെ പങ്കുവെക്കണം. ആ യേശുവിന്റെ സുവിശേഷങ്ങൾ പങ്കുവെക്കുമ്പോൾ ഇതിന്റെ വിഷയത്തിനകത്ത് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നാം വായിച്ച വചനം എന്താണ്? ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കും. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വേണം നടന്ന ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ക്കണമെന്നും പരിജ്ഞാനത്തിൽ വളരണമെന്നും പൗലോസ് ആഗ്രഹിക്കുന്നു. അത് ഇന്ന് പകൽ നിന്റെ കഷ്ടതകൾക്ക് ദൈവം മറുപടി അയക്കാൻ പോകുക. കണ്ണുകളുടെ ചട്ടങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചായിട്ട് കർത്താവേ, എൻ്റെ ജീവിതത്തിൽ കർത്താവേ ആത്മീയമായ ജ്ഞാനം തരണം, ആത്മീയ വിവേകം തരണം. കർത്താവ് ഞങ്ങളുടെ പരിജ്ഞാനം തരണം. ഇന്നെൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ മാറ്റി ഞാൻ അനുഭവിക്കുന്ന ഈ പോരാട്ടം എന്നെ വിടിപ്പിക്കണമെന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ലോക രാജ്യങ്ങളിലുള്ള സകല ജനത്തെയും ജാതി മത വർഗവർണ്ണ വ്യത്യാസങ്ങൾ കുടിയിലോട്ട് കോട്ടായവരെ പാർക്കുന്ന സകല ജനം പരസ്പരം സ്നേഹിപ്പാൻ കഴിയാതെ കർത്താവ് മനുഷ്യൻ നമ്മളെ തന്നെ തരംതിരിച്ചും തരത്താഴ്ത്തി കാണുന്ന ഈ കാലഘട്ടത്തിൽ അമ്മയെ പരസ്പരം സ്നേഹിപ്പാൻ കഴിയാതെ കുടുംബത്തിനകത്ത് പോലും ചിന്ന ഭിന്നമായി കിടക്കുന്ന ജീവിതം തകർന്ന് തരിപ്പണമായി ഉയരുവാൻ കഴിയാതെ പിശാചിന്റെ കെണിയിൽ വീട് കിടക്കുന്ന അനേക ആയിരങ്ങൾ കർത്താവിന് വിടുതൽ കൊടുക്കണമേ. കണ്ണുനീരിൽ വിടിവിക്കണേ. രോഗ പാപ ശാപ ബന്ധനവും വിടിവിക്കപ്പെടണം. ശൈശവത്തിനും ബാല്യത്തിനും കൗമാരത്തിലും യൗവനത്തിലും വാർത്തത്തിനും അനുഭവത്തിലും യാച്ച ഓട്ടം ചോട്ടം തടവറയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്. കേരളത്തിലുള്ള ജനത്തിനായി, ഭാരതത്തിലുള്ള ജനത്തിലെ ലോക രാജ്യങ്ങളിൽ പോയി കഷ്ടം സഹിക്കുന്ന അനവധി ആളുകളുണ്ട്. രോഗത്തിന് അധീനമായ ശരീരമുണ്ട്, പാപത്തിൽ വീണ് കിടക്കുന്നുണ്ട്, സാമ്പത്തിക ഞെരുക്കത്തിൽ പോകുന്നവരുണ്ട്, കടക്കണിയിലൂടെ കടന്നു പോകുന്നവരുണ്ട്, നിരാശപ്പെട്ടവരും ജീവിതം തകർന്നവരുണ്ട്, തലമുറയെക്കുറിച്ച് ഭാരപ്പെടുന്ന മദ്യത്തിന് മയക്ക് ലഹരിക്ക് അടിപ്പെട്ട് കിടക്കുന്നവരുണ്ട്. കർത്താവ് എല്ലാ മേഖലയുമായിരിക്കും ജനത്തിന് ഒരു വിടുതൽ കൊടുത്ത് മോചനം കൊടുത്ത് കർത്താവ് യേശുക്കളെ ജ്ഞാനവും വിവേകവും പരിജ്ഞാനത്തിലും ജനം വളർന്നു വരുവാൻ, ക്രിസ്തുവിനോടൊപ്പം നടക്കുവാൻ, ക്രിസ്തുവിനെ പഠിക്കുവാൻ, കർത്താവ് ദൈവിക ദൂതന്മാരുടെ സംരക്ഷണത്തിലേക്ക് സകല കുടുംബങ്ങളിൽ എത്തുവാൻ ഞങ്ങൾ ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. ശാപങ്ങളും പാപങ്ങളും രോഗങ്ങളും ബന്ധനങ്ങളും ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞ് കുടുംബങ്ങൾ സ്വസ്ഥമായി മാറട്ടെ. എല്ലാ രോഗത്തിൽ ജനത്തെ വിടുവിക്കണമേ, എല്ലാ ശാപത്തിനും വിടുവിക്കണം. സകല നീതി വെളിപ്പെടുത്തിയ ദൈവമക്കൾ ദൈവദാസന്മാരെ കേരളത്തിൽ ഒരുപാടുകൾ ഓർത്ത് പ്രാർത്ഥിച്ചു പീഡനുഭവി ജയിലിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിടുതലയിക്കണമേ. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.